നമസ്കാരം. മാതൃഭൂമി ന്യൂസിന്റെ തത്സമയ തെരഞ്ഞെടുപ്പ് സംവാദം ഇന്ന് പെരുമ്പാവൂരിലാണ്. എറണാകുളം ജില്ലയായിരുന്നു ഞങ്ങൾ ഇന്ന് ഇലക്ഷൻ ബസ്സിൽ കവർ ചെയ്തത്. 14 നിയമസഭാ മണ്ഡലങ്ങളുള്ള എറണാകുളം ജില്ല കഴിഞ്ഞ LDF തരംഗത്തിനിടയിലും UDF 9 സീറ്റ് കൊടുത്തിട്ടുള്ള ജില്ലയാണ്. ഇത്തവണ അത്യധികം വാശിയേറിയ മത്സരം നടക്കുന്നു എന്നാണ് നമുക്ക് സഞ്ചരിച്ചപ്പോൾ ബോധ്യമായത്. തീർച്ചയായിട്ടും ഇന്ന് പകൽ മുഴുവൻ നമ്മൾ എറണാകുളം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചു, അഭിപ്രായങ്ങൾ അറിഞ്ഞു, ജനങ്ങളെ കണ്ടു. അവസാനം നമ്മളിപ്പോൾ പെരുമ്പാവൂർ മണ്ഡലത്തിലാണ് എത്തി നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പെരുമ്പാവൂർ പലതരത്തിൽ വാർത്തകളിൽ ഒരുപാട് ഇടം പിടിച്ചിരുന്നു. ഇവിടെ വെച്ച് നമ്മൾ എറണാകുളം ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് അതിഥികളായി UDF-ൽ നിന്ന് പരിചിത മുഖം ജിൻഡോ ജോൺ, LDF-ൽ നിന്ന് ശ്രീ സുജു, ഒപ്പം ശ്രീ ബാസിത് കുമാർ, അങ്ങനെ ഒരു നല്ല പാനൽ, പെരുമ്പാവൂരിനെയും എറണാകുളത്തെയും അസലായിട്ട് അറിയാവുന്ന ഒരു പാനലുണ്ട്. ഒപ്പം വലിയൊരു ജനക്കൂട്ടം തന്നെ, രാഷ്ട്രീയ പ്രബുദ്ധരായ ജനക്കൂട്ടം തന്നെ നമുക്കൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജിൻഡോയിൽ നിന്ന് തുടങ്ങാം അല്ലേ? ജിൻഡോ, ഒരു പക്ഷേ ഏറ്റവും ഉറപ്പോടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് UDF-ന് ഒപ്പം നിർത്തുന്ന ഒരു ജില്ലയാണ് എറണാകുളം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചുവരവ്, അതിശക്തമായ തിരിച്ചുവരവ് വേണമെങ്കിൽ മുഴുവൻ 14-14 നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് ആ 14-14 എന്ന കണക്കിലേക്ക് നിങ്ങൾ എത്തുക? അല്ല, ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDF വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തണമെന്നും അതിൽ എറണാകുളം ജില്ലയിൽ നിന്ന് 14 MLA-മാർ UDF-ന് ഉണ്ടാകണമെന്നും ഞങ്ങളെക്കാൾ അധികം ആഗ്രഹിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം സാധാരണക്കാരായിട്ടുള്ള സകല മനുഷ്യരെയും കൊള്ളയടിച്ചും അടുത്ത് ശബരിമല ശാസ്താവിൻ്റെ സ്വർണം വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് അധപതിച്ച ഒരു സർക്കാരിനോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ കിട്ടുന്ന അവസരമാണ് ഈ മനുഷ്യർക്ക്. ഈ 9-ാം തീയതി രാവിലെ പോളിംഗ് ബൂത്തിലെത്തുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള മനുഷ്യർ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ചിഹ്നങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളത് ഞങ്ങളുടെ പൂർണ്ണ പ്രതീക്ഷ. കോൺഫിഡൻസിലാണ്, പൂർണ്ണമായ കോൺഫിഡൻസ്.